അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് AKG സെന്ററിന്റെ ഇടനാഴിയിലേക്കോ? മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും രാജ്യസഭാ MP-യുമായ ജോൺ ബ്രിട്ടാസിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എല്ലാ സ്വർണ്ണക്കഥകളും നടക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നതോടുകൂടി ജോൺ ബ്രിട്ടാസും പെട്ടിരിക്കുന്നു. റെഡ് സല്യൂട്ടിന്റെ മറവിൽ നടക്കുന്നത് തനി തങ്കക്കൊള്ളയോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ഇപ്പോൾ LDF സർക്കാരിന്റെ മുന്നിലേക്ക് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കണ്ണ് എന്ന് വിശേഷിക്കപ്പെട്ട ജോൺ ബ്രിട്ടാസിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഇപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമാവുകയാണ്. PV അൻവർ എന്ന വിശ്വസ്തൻ തന്നെ തുറന്നുവിട്ട ഭൂതം ഒടുവിൽ എത്തി നിൽക്കുന്നത് ബ്രിട്ടാസിലേക്കാണ്. മാധ്യമ സ്വാധീനം ഉപയോഗിച്ച കേസ് ഒതുക്കുവാനും തെളിവുകൾ ഇല്ലാതാക്കുവാനും ഈ MP നേരിട്ട് ഇടപെട്ടോ എന്ന ചോദ്യത്തിന് CPIM ഉത്തരം പറയേണ്ടി വരിക തന്നെ ചെയ്യും. തൊണ്ടി മുതൽ മോഷ്ടിച്ച ആന്റണി രാജുവിനെതിരെ കോടതി വിധി വരുമ്പോൾ മുഖ്യമന്ത്രി പതറുകയാണ്. ഒരു വശത്ത് തൊണ്ടി മുതൽ മോഷ്ടാവായ മന്ത്രി, മറുവശത്ത് സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ സംശയ നിഴലുള്ള MP. ക്രിമിനലുകളുടെയും കൊള്ളക്കാരുടെയും സംരക്ഷണ കേന്ദ്രമായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു. ഇതാണോ നിങ്ങൾ പറഞ്ഞ നവോത്ഥാനം എന്നാണ് ചോദിക്കാനുള്ളത്. സ്വർണ്ണക്കടത്തിലെ കമ്മീഷൻ പറ്റുന്നവർക്ക് വേണ്ടി ഭരണകൂടം വിടുപണി ചെയ്യുമ്പോൾ കേരളം ലജ്ജിച്ച തല താഴ്ത്തുകയാണ്. ബ്രിട്ടാസിനെ അന്വേഷണ വിധേയമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ, അതോ അടിവസ്ത്രം മറച്ചവനെയും മുറിച്ചവനെയും സ്വർണം കടത്തുന്നവരെയും മാറോട് ചേർത്ത് ഇനിയും മുന്നോട്ടു പോകാനാണോ ഭാവം? സമരമുഖത്തുണ്ടാകുമെന്നും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പൊളിച്ചടക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും MP-യും തമ്മിലുള്ള ബന്ധം, ഇതിൽ SIT അന്വേഷണം വേണമെന്നും അടൂർ പ്രകാശ് മുൻപിൽ പറഞ്ഞതോടുകൂടിയാണ് കഥ മറ്റൊരു തരത്തിലേക്ക് മാറിയത്. പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ഇവർ തമ്മിലുള്ള എല്ലാ ഫോൺ രേഖകളും SITക്ക് പരിശോധിക്കാമെന്നും അദ്ദേഹം പറയുകയായിരുന്നു. അതേസമയം പോറ്റിയും സോണിയാഗാന്ധിയും നടത്തിയ കൂടിക്കാഴ്ചയിലും അടൂർ പ്രകാശ് വിശദീകരണം നൽകുകയായിരുന്നു. പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനാണെന്നും മുൻകൂറായി അനുമതി വാങ്ങിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിട്ടില്ല, ദില്ലിയിൽ എത്തിയ തലേ ദിവസം കൂടെ വരണമെന്ന് അഭ്യർത്ഥിച്ചു. പോറ്റി തന്റെ മണ്ഡലത്തിലുള്ള വോട്ടർ ആയതുകൊണ്ടാണ് കൂടെ പോയതെന്നുമാണ് വിശദീകരണം. ഉണ്ണികൃഷ്ണൻ പോറ്റി കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. MP-മാരുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്ന് കൂടി അടൂർ പ്രകാശ് വ്യക്തമാക്കി. രാഹുൽ മാങ്കുടത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് ജോൺ ബ്രിട്ടാസും എത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ആദ്യമായി കേൾക്കുന്നതാണ് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടാണെന്നും അനാവശ്യമായി വിവാദങ്ങളിലേക്ക് തന്റെ പേര് വലിച്ചിഴച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പോറ്റി ചെയ്ത ഫോൺ കോളുകൾ കൈവശമുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. അടൂർ പ്രകാശിന്റെ കയ്യിൽ എങ്ങനെയാണ് ഫോൺ കോളുകളുടെ വിവരങ്ങൾ ലഭിച്ചതെന്നും ബ്രിട്ടാസ് ചോദിച്ചു. ഒരു ദിവസം കഴിയും തോറും CPM നേതാക്കൾ അഴിയാക്കുരുക്കിലേക്ക് അകപ്പെടുകയാണ്. അത് പൊട്ടിക്കാൻ കഴിയാത്ത വിധത്തിലൊരു പൂട്ടിക്കെട്ടായിട്ട് ഇനി മാറാൻ സോണിയാഗാന്ധി പറന്നിറങ്ങിയാൽ മതി.